ഞാൻ അഭിമാനപൂർവ്വം പറയുന്ന ഒരു കാര്യം, കെ എസ് എഫ് ഇയിൽ ഉണ്ടായിട്ടുള്ള തൊഴിൽ സംസ്കാരം കേരളത്തിലെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിലും ഇല്ല എന്നുള്ളതാണ്. കെ എസ് എഫ് ഇയുടെ ഏതെങ്കിലും ശാഖയിൽ പോയി ഏതെങ്കിലും ഒരു പൊതുജനത്തിന്, ഒരു കസ്റ്റമർക്ക്, അല്ലെങ്കിൽ വെറുതെ അവിടെ പോയ ഒരാൾക്ക് മോശപ്പെട്ട ഒരു സമീപനം അവിടെ നിന്നും ജീവനക്കാരിൽ നിന്നുണ്ടായി എന്ന് ഇന്നുവരെ ഒരാളും പരാതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലുള്ള ഒരു കാര്യം. മറ്റേത് സർക്കാർ സ്ഥാപനത്തിലായാലും മറ്റേത് പൊതുമേഖലാ സ്ഥാപനത്തിലായാലും നിങ്ങൾക്ക് തിക്തമായ പല അനുഭവങ്ങളും ഉണ്ടായി എന്ന് പറയാൻ കഴിയും. എന്നാൽ കെ എസ് എഫ് ഇയിൽ അതില്ല. ഇവിടെയുള്ള ജീവനക്കാരിൽ 70% വനിതകളാണ്. അവർ നിങ്ങളെ സഹോദരനെ പോലെയോ അനുജനെ പോലെയോ നിങ്ങളെ അച്ഛനെ പോലെയോ അമ്മയെ പോലെയോ കരുതിയാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും വലിയ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ട ഒരു സ്ഥാപനമായി കെ എസ് എഫ് ഇ. അതിനെന്തായാലും നമ്മളുടെ ഈ ഇതിൽ പ്രവർത്തിക്കുന്ന നേരിട്ട് അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ നേരിട്ട് പ്രവർത്തിക്കുന്ന 9,000-ലധികം ആൾക്കാരും 5,000-ലധികം പരോക്ഷമായിട്ട് കെ എസ് എഫ് ഇ സേവനം അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് ഒരു ബിഗ് സല്യൂട്ടുണ്ട്. നിങ്ങൾ പൊതുമേഖലാ സർക്കാർ സ്ഥാപനങ്ങളിൽ ചെല്ലുന്നവർക്ക് പലപ്പോഴും അവഗണന അനുഭവിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഫയലുകളിൽ കെട്ടിക്കിടന്നു പോകുന്ന അവരുടെ അപേക്ഷകൾ. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് പറയുമ്പം ഇവിടെ വളരെ സുതാര്യമായിട്ടും വളരെ സ്പീഡിലും അവരുടെ കസ്റ്റമറിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സന്നദ്ധരാകുന്നു എന്നതിനോടൊപ്പം തന്നെ വളരെ പേഷ്യൻറ്റോടുകൂടി നിങ്ങൾ അവരുടെ എല്ലാ ആവശ്യങ്ങളും പുഞ്ചിരിച്ച മുഖത്തോടെ ചെയ്യുന്നുവെന്ന് ചെയർമാൻ ഇവിടെ ഉറപ്പിച്ച് പറയുന്നു. നെഞ്ചിൽ കൈവച്ച് കെ എസ് എഫ് ഇയുടെ ചെയർമാൻ പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല അല്ലേ? അതെ, ഞാനതൊരു ആളുകളുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി തന്നെ പറയാം. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് ഞങ്ങൾ എന്താണെന്ന് പരിശോധിച്ച് തീർച്ചയായിട്ടും. എന്തായാലും അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞെങ്കിൽ നിങ്ങൾ നൽകിയൊരു പിന്തുണയാണ്. ബിഗ് സല്യൂട്ട് ടു യു. ഇന്നത്തെ തിരുവോണ സമ്മാനമായിട്ട് മലനാട് ഒരു വലിയ ബിഗ് സല്യൂട്ട് നിങ്ങൾക്ക് നൽകുകയാണ്.